ഇവിടെ കൂടിയിരിക്കുന്ന ആനിക്കാട് മണ്ഡലത്തിലുള്ള ഇത്രയും സ്നേഹമുള്ള സഹപ്രവർത്തകർ, സാർ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും അതിൻ്റെ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു സമയമാണ്. കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പിൽ വിജയ് ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ മത്സരിച്ചത് 10 സീറ്റിലാണ്. എന്നാൽ ഈ പ്രാവശ്യം നമുക്ക് 10 സീറ്റ് ലഭിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചു. അതിനുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയപ്പോൾ ഒറ്റത്തവണ ഒരു വിട്ടുവീഴ്ച എന്നുള്ള നിലയിൽ വിജയ് ജോസഫ് സാർ UDFൻ്റെ വിജയമാണ് നമ്മുടെ മുന്നിൽ ലക്ഷ്യം എന്നുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുലയുടെ പുറത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രിയുമായിരിക്കുന്ന VD സതീശനുമായി ആലുവയിൽ വെച്ച് നടന്ന ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ ഒറ്റ പ്രാവശ്യത്തേക്ക് ഏറ്റുമാനൂരും ഇടുക്കിയും നമ്മൾ വിട്ടുകൊടുക്കാമെന്നും അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് നടത്തി നമ്മൾ 8 സീറ്റിലാണ് ഈ വർഷം മത്സരിച്ചത്. കേരളത്തിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടികൾ വെച്ച് നോക്കുമ്പോൾ 8 സീറ്റിൽ മത്സരിച്ച 7 സീറ്റിലും വിജയിച്ചു. സ്ട്രൈക്ക് റേറ്റ് നോക്കുമ്പോൾ ഏതാണ്ട് 7.8 ആണ്. കോൺഗ്രസ് പാർട്ടി 100 അടുത്ത സീറ്റുകൾ മത്സരിച്ചപ്പോൾ അവർക്ക് 63 സീറ്റിലാണ് വിജയിക്കുവാനായി സാധിച്ചത്. ഏതാണ്ട് 90 സീറ്റിലൂടെ മത്സരിച്ച CPM വിജയിച്ചത് നമുക്കറിയാമല്ലോ 21 സീറ്റിലാണ്. അതുപോലെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും തിളക്കമാർന്ന ഒരു വിജയം ലഭിച്ച ഒരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഈ പാർട്ടിക്ക് എന്നും മാന്യമായ സ്ഥാനമുണ്ട്. ഈ പാർട്ടിയുടെ നേതാവ് ബഹുമാനപ്പെട്ട വിജയ് ജോസഫ് സാറ് ഐക്യ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ കൺവീനറാണ്. കെ കരുണാകരനോടൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം രൂപീകരിക്കുവാനായിട്ട് മുന്നിട്ടിറങ്ങി ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ബഹുമാന്യനായ വിജയ് ജോസഫ് സാർ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളിൽ ഏറ്റവും സീനിയറായിരിക്കുന്ന ബഹുമാനപ്പെട്ട നേതാവാണ് നമ്മുടെ ലീഡർ. അതുകൊണ്ട് അഴിമതിയുടെ കറപുരളാത്ത സാറ് പറഞ്ഞതുപോലെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ഇന്ന് വരെ തൊട്ടതെല്ലാം പൊന്നാക്കിയ അദ്ദേഹം എടുത്തിട്ടുള്ള വകുപ്പുകളെല്ലാം ആഭ്യന്തര വകുപ്പ് തൊട്ട് റവന്യൂ വകുപ്പ് തൊട്ട് വിദ്യാഭ്യാസ വകുപ്പ് തൊട്ട് സകല വകുപ്പുകളിലും കഴിഞ്ഞ പ്രാവശ്യം ജലസേചനം ഒരു വകുപ്പിലും അദ്ദേഹം മികച്ച ഭരണകർത്താവായി ഒരു അഴിമതി രഹിത ഭരണം കാഴ്ചവെച്ച ഒരു നേതാവിൻ്റെ കീഴിൽ ഈ കേരള കോൺഗ്രസ് പാർട്ടി മുൻപോട്ട് പോകുമ്പോൾ ഞാൻ ആദ്യമേ ഇത് പറഞ്ഞത് ഇതിലേക്ക് കടന്നു വന്ന ബഹുമാന സ്നേഹമുള്ള അൻഷാദ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് ഈ പാർട്ടിയുടെ പേരിൽ ദുഃഖിക്കേണ്ടി വരത്തില്ല എന്നുള്ള സാരാംശമാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ അഴിമതിയുടെ കറപുരളാത്ത കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രദേശത്തൊക്കെ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ പല കാര്യങ്ങൾ എനിക്ക് ഇതിനെക്കുറിച്ച് പറയുവാനുണ്ട്. ഇതിന് ശേഷം ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് തരുന്ന ചടങ്ങാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വർഗീസ് മാമന് തിരുവല്ല നിയോജകമണ്ഡലത്തിൽ നമുക്കൊരു MLA ഉണ്ടായിരിക്കണം. സാറ് പറഞ്ഞ പോലെ ഏതാണ്ട് 10-15 ദിവസം കൂടിയ ഈ കേരള നിയമസഭയിൽ 3 പ്രാവശ്യമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ MLAക്ക് സംസാരിക്കുവാനായിട്ട് അവസരം ലഭിച്ചത്. ഒന്ന് ധനാഭ്യർത്ഥന ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് 2 സബ്മിഷൻ നയിച്ചു. ആ സംസാരിച്ച സമയങ്ങളിലെല്ലാം അദ്ദേഹം മല്ലപ്പള്ളിയുടെയും ആനിക്കാടിൻ്റെയും പേര് എടുത്തു പറഞ്ഞു. കാരണം എന്നും കഴിഞ്ഞ 23 വർഷക്കാലമായിട്ട് ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം പാർക്കുന്ന ഒരു മേഖലയാണ് ഈ മല്ലപ്പള്ളി ബ്ലോക്കിൽപ്പെട്ട കുന്നന്താനം തൊട്ട് മല്ലപ്പള്ളി തൊട്ട് പുറമറ്റം തൊട്ട് ആനിക്കാട് ഉൾപ്പെടെയുള്ള കല്ലൂപ്പാറ ഉൾപ്പെടെയുള്ള പ്രദേശം. ബഹുമാനപ്പെട്ട TS ജോൺ സാർ MLA ആയതിന് ശേഷം അന്ന് നടന്ന വികസനമല്ലാതെ ഒരു വികസനം പോലും ഈ നാട്ടിൽ നടന്നിട്ടില്ല. എന്നാൽ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, വെറും 15 ദിവസം കൂടിയ സമ്മേളനത്തിൽ 3 പ്രാവശ്യം അദ്ദേഹത്തിന് സംസാരിക്കുവാനായി സമയം ലഭിച്ചപ്പോൾ 3 പ്രാവശ്യവും ഇവിടുത്തെ പദ്ധതികൾ ഓരോന്നോരോന്നായി പറഞ്ഞു. മാത്രമല്ല ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടിട്ട് 1 കോടി രൂപ മല്ലപ്പള്ളി ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കുവാൻ വേണ്ടി 1 കോടി രൂപ അനുവദിപ്പിച്ചു തന്ന ഒരു MLA ആണ് ഇന്ന് നമുക്കുള്ളത് എന്ന് പറയുമ്പോൾ ഒറ്റ മാസം കൊണ്ട് നമ്മുടെ MLA ഈ നിയോജക മണ്ഡലത്തിൽ നമ്മുടെ പ്രദേശത്തെ വികസനത്തിന് എത്രയധികം അദ്ദേഹം മുൻതൂക്കം കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാനായി സാധിക്കും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി നമ്മുടെ പാർട്ടിയുടെ ആദരണീയനായ എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് അവറുകളാണ്. അദ്ദേഹത്തോട് ഈ കാര്യം ബഹുമാനപ്പെട്ട സാർ ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ബഹുമാനപ്പെട്ട MLA മുഖാന്തരം അദ്ദേഹത്തെ കണ്ട ആനിക്കാട് ശുദ്ധജല പദ്ധതി എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞ സമയബന്ധിതമായി ഈ 2026 കഴിയുന്നതിന് മുൻപ് അല്ലെങ്കിൽ അടുത്ത വാർഷിക ബഡ്ജറ്റ് തുടങ്ങുന്നതിന് മുൻപായി
ആനിക്കാട് 1 വർഷത്തിനകം ആനിക്കാട് കുടിവെള്ള പദ്ധതി സാക്ഷാത്കരിച്ച് ഈ നാടിന് സമർപ്പിക്കുമെന്ന് ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. അത് ഇങ്ങോട്ടേക്ക് കൈ കൊടുത്തിട്ട് ഇങ്ങോട്ട് നോക്കണേ. ഇവിടേക്ക് കൈ കൊടുക്കണേ. അങ്ങനെ ഒന്ന് സ്റ്റാർട്ടാവും. ചാർജ് നമ്മളെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ അഭിമാനകരമായൊരു നേട്ടമാണ്. നമുക്ക് ലഭിച്ചതായ 8 സീറ്റുകളിൽ 7 സീറ്റുകൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചു. ഒരു ഘടകകക്ഷി എന്ന നിലയിൽ വളരെ ആത്മാഭിമാനത്തോടുകൂടി കേരള കോൺഗ്രസ് പാർട്ടി ഒന്നേ ഉള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്ന ഏക പാർട്ടിയാണ് നമ്മുടെ പ്രിയങ്കരനായ നേതാവായ ബഹുമാനപ്പെട്ട ആദരണീയനായ PJ ജോസഫ് സാറിൻ്റെ കീഴിലുള്ള കേരള കോൺഗ്രസ് പാർട്ടി. പാർട്ടിയിൽ പല വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് പിടിച്ചു നിൽക്കുന്നതും ഇന്ന് ദേശീയമായിട്ടും സംസ്ഥാനത്തും ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി. നമുക്ക് അർഹമായ സ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിൽ നിന്ന് പുതിയ ഈ സർക്കാരിൽ നമുക്ക് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. മോൻസി ജോസഫ് അദ്ദേഹം ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ മന്ത്രിയോട്, അതേപോലെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ MLA ആണ് ഇന്ന് തിരുവല്ല നിയോജകമണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നത്. നല്ലൊരു ടീം UDF എന്നുള്ള ആത്മാർത്ഥമായുള്ള നമ്മുടെ പ്രവർത്തനം, ആ പ്രവർത്തനമാണ് ഈ വിജയത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ 5 വർഷം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി നമ്മൾ ചിന്തിക്കാനുള്ള കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് നമ്മുടെ തിരുവല്ല നിയോജകമണ്ഡലം നമ്മളായിക്കഴിഞ്ഞതിന് ശേഷം, കല്ലുപ്പാറ മണ്ഡലം മാറിയതിന് ശേഷം നമുക്കൊരു MLA ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അപാകത ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആനിക്കാടിൻ്റെ മല്ലപ്പള്ളി യാതൊരുവിധ ആനുകൂല്യങ്ങളോ യാതൊരുവിധ സഹായങ്ങളോ ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. ആനിക്കാട് പഞ്ചായത്തിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറ് തുടങ്ങി വെച്ച ആനിക്കാട് മല്ലപ്പള്ളി കോട്ടാങ്ങൽ ജല പദ്ധതി, ആ കുടിവെള്ള പദ്ധതി, അത് ഒന്നുമാകാതെ നിൽക്കുന്ന ഒരു കാര്യം. നമ്മുടെ നാട്ടില് കുടിവെള്ളത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. അതിന് വായു പോലെ ആവശ്യമുള്ള ഒരു കാര്യമാണ് കുടിവെള്ളം. ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ നിന്ന് വരൾച്ച കാലത്ത് അവരധ്വാനിക്കുന്നതായ പൈസ മുഴുവനും
കുടിവെള്ളത്തിന് വേണ്ടിയാണ് ചെലവാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് ആനിക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 14 വാർഡുകളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുവാനായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കാൻ ആയിട്ട് നമുക്കൊരു MLA ഉണ്ടായി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അഡ്വക്കേറ്റ് വർഗീസ് മാമൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല എങ്കിലും അദ്ദേഹം MLA ആയി. അദ്ദേഹം നമ്മളിന്ന് വിളിച്ചു കൂട്ടിയ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് വരാനായിട്ട് സാധിക്കാതെ വന്നു. അർജൻറ്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായി. അപ്പോൾ വരുന്ന സമയത്തൊക്കെ നമുക്ക് വിളിച്ചു കൂട്ടുകയും ആനിക്കാടിൻ്റെ ഞാൻ എടുത്തു പറയത്തക്കുള്ളത് 20 വർഷമായിട്ട് നിയമസഭയിൽ ആനിക്കാടെന്നും മല്ലപ്പള്ളിയെന്നും പേര് കേൾക്കാതിരുന്നപ്പോൾ നിയമസഭയിൽ ആദ്യമായിട്ട് പേര് വിളിച്ചു പറഞ്ഞത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ വർഗീസ് മാമൻ MLA. അദ്ദേഹത്തിൻ്റെ 2 സബ്മിഷൻ അദ്ദേഹം എടുത്തു പറഞ്ഞു ആനിക്കാടും മല്ലപ്പള്ളി. അതിനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ പറയുന്നത് ഇങ്ങനൊരു ഭൂപ്രദേശം തിരുവല്ല നിയോജകമണ്ഡലത്തിലുണ്ടെന്നുള്ളത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമാണ് ഒരു കാര്യം. വളരെ ശ്രദ്ധിക്കപ്പെട്ട സബ്മിഷൻ അദ്ദേഹത്തിന്. ഫയർ സ്റ്റേഷൻ, ഒരു നമ്മുടെ കുടിവെള്ള പദ്ധതി, അതുപോലെ നമ്മുടെ റോഡുകൾ, ആനിക്കാട് പഞ്ചായത്തിന് ആവശ്യമായ റോഡുകളൊക്കെ ബഡ്ജറ്റിൽ